ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞങ്ങൾ ഇന്ന് കൃഷി സ്ഥലമായ ഞങ്ങളുടെ പാടത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് അവിടെ വളരെ സന്തോഷത്തിലാണ്. കുറച്ച് പയറൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനാണ് ആദ്യമായിട്ട് അതൊക്കെ കുത്തിയത് നട്ടതൊക്കെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ ഞങ്ങൾ പാടത്ത് വന്നു. അപ്പോൾ പാടത്ത് വന്നപ്പോൾ തന്നെ ഹസ്ബൻഡ് ഒരു പുകൽ കഷായം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പയറുമേ മണ്ടരി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മണ്ടരിക്ക് തെളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുകല കഷായം ഉണ്ടാക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പുകല കഷായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേദിവസം പുകല വെള്ളത്തിലിട്ട് അതൊരു പാത്രത്തിൽ അരിച്ചെടുത്ത് അതിലേക്ക് ഹാൻഡ് വാഷും ഒരു എണ്ണയും എണ്ണ മിക്സ് ചെയ്ത് അത് കുപ്പിയിലാക്കിയിട്ട് ഈ പയറുമിക്കൊക്കെ തെളിക്കാനാട്ടോ. അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടാക്കണത്, ഈ പുകല കഷായം. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ വന്ന് പുകല കഷായം തെളിക്കാൻ ചാമ്പാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ പയറൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പയറൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എന്ന് തന്നെ പറയാം. കുറേ വാരം വെച്ച് ഞങ്ങൾ പയർ കഴിഞ്ഞ പ്രാവശ്യം, എന്നിട്ട് ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. ഇപ്രാവശ്യം ഞങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു കൈപ്പിടിക്കുള്ളത് ഞങ്ങൾക്ക് കിട്ടിയിട്ടാ ഇപ്രാവശ്യം പയർ. അപ്പോൾ നോക്കിയപ്പോൾ പൂവൊക്കെ നന്നായിട്ടിട്ടുണ്ട്. ഈ മണ്ടരി എന്ന് പറഞ്ഞ ഒരു പയറിന് ബാധിക്കുന്ന ഒരു അസുഖം ഈ ചെടിയുമ്പോൾ കണ്ട കാരണം കൊണ്ട് ഞങ്ങൾക്ക് പേടിയായി. പിന്നെ എന്തോരം നാൾ ഇതിങ്ങനെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇതൊന്ന് ചാമ്പി നോക്കാം, ഇത് കുഴപ്പമില്ലാണ്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ചാമ്പാനായിട്ട് വന്നതാട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ കണ്ട പയറൊക്കെ പൊട്ടിച്ചെടുത്തു. പിന്നെ പയറിൻ്റെ ഇല എടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം. ബട്ട് പയറിൻ്റെ ഇല എടുത്തില്ല. എന്തായാലും അതും കൂടി എടുക്കാൻ നിന്ന് കുറച്ചധികം നേരം വേണ്ടി വരും. പിന്നെ ചാമ്പൽ നടക്കാണ്ട് വരും. അപ്പോൾ വെയിലപ്പോഴേക്കും നല്ല പോലെ ഉദിക്കുക. അപ്പോൾ ഞങ്ങൾ എന്ന് വെച്ചാൽ ചാമ്പാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉള്ള പയറൊക്കെ പൊട്ടിച്ച് ഞങ്ങൾ പുകൽ കഷായം അവിടെ ആ പയറിൻ്റെ ഇലയമേലൊക്കെ ചാമ്പിയിട്ടാണ്. അപ്പോൾ ഒരു കൃഷിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയതായാലും അത് നമുക്ക് ഫലം തരുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. എന്നിട്ട് പലപ്പോഴും നമുക്ക് 50-50 ചാൻസിൽ പകുതിയും കിട്ടാണ്ട് വരണത്. അപ്പോൾ അത് ഭയങ്കര സങ്കടമുള്ള കാര്യമല്ലേ. അപ്പോൾ നമുക്ക് ഈ 4 പയറാണ് കിട്ടിയുള്ളെങ്കിൽ വളരെ സന്തോഷമായിട്ടാ. ഈ പ്രാവശ്യം ഞങ്ങളുടെ കണ്ടാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അവിടെ വെച്ച് നല്ല പോലെ പുല്ല് വന്നിട്ടുണ്ട് കണ്ടത്തിൽ. അത് പറിച്ച് കളയാനായിട്ട് കൂലിക്ക് വരെ ആളെ കിട്ടാത്ത കാലമാട്ടോ. എന്നുവെച്ചാൽ എത്ര കൂലി കൊടുക്കാമെന്ന് പറഞ്ഞാലും ആരും പാടത്തെ പണിക്ക് വരുന്നില്ല എന്നാണ് പറയേണ്ടത്. അപ്പോൾ ആ പുല്ലൊക്കെ ഇങ്ങനെ വളർന്ന് നിൽക്കുക. അപ്പോൾ പാടത്തെ കൃഷിയും ഇതുപോലെ തന്നെ 50-50 എന്തോരം നഷ്ടം വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. അന്ന് ഉള്ള പോലെയായിട്ട് നിൽക്കണേ കേട്ടോ. അപ്പോൾ ബായ്. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബായ്.